ചന്ദ്രു, നീ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഇന്ന് നീ അത്താഴം നിർബന്ധിച്ച് കഴിപ്പിച്ചപ്പോ വയറൊരുപാടങ്ങ് നിറഞ്ഞു. പക്ഷേ മനസ്സ് നിറഞ്ഞില്ല. സ്വന്തമായവള് പട്ടിണി കിടക്കുമ്പോ അല്ലേലും മനസ്സ് അങ്ങനെ തന്നെയാ. തെറ്റ് പറ്റിയത് എനിക്കാ. എല്ലാ ദുഃഖങ്ങളും മറന്നുവെന്ന് നിന്നെ ബോധ്യപ്പെടുത്താനും നിന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകട്ടെ എന്ന് കരുതിയ വിശപ്പ് മരവിച്ചിട്ടും അത്താഴം കഴിച്ചത്. പക്ഷേ അപ്പോഴും നീ കഴിച്ചോന്ന് ചോദിക്കാൻ ഞാൻ മറന്നു. ജീവിതം ഇനി എങ്ങനെയെന്ന് ചോദ്യചിഹ്നം മുന്നിൽ നിൽക്കുമ്പോ പലതും മറക്കും. മാധവേട്ട, എന്തെങ്ങനെ? ചന്ദ്രു, ഈ മാധവൻ തളരാത്തത് നീ മുന്നിലുള്ളപ്പോഴാ. ഇപ്പോ നിന്റെ മുന്നിലും ഞാൻ. മാധവേട്ട, വേണ്ട, അരുതാത്തതൊന്നും പറയണ്ട. ഈ തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചൂടേൽക്കാതെ ചേർന്ന് നിൽക്കുന്നവളായി ചന്ദ്രിക. ഈ തണൽ മരം വീണ പൊള്ളലേറ്റ് തളർന്നു പോകും ഞാൻ. ഇലകളൊക്കെ കൊഴിഞ്ഞുപോയ വൃക്ഷത്തിന് ഇനിയും തണലേകാൻ പറ്റുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. കൂടുകൂട്ടിയ പക്ഷികൾ വരെ പറന്നകന്നു പോയില്ലേ? എന്ന് നിലം പതിക്കുമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയില. മാധവേട്ട, ചന്ദ്രു, നീ അത്താഴം കഴിച്ചില്ലല്ലോ. വാ, വന്നേ കഴിക്കാം. എനിക്ക് വേണ്ട മാധവേട്ട, വിശപ്പില്ല. അത് ശരിയാവില്ല. അത്താഴ പട്ടിണി കിടക്കാൻ പാടില്ല. ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കാൻ പാടില്ലെന്ന് എന്നെയും മക്കളെ ഉപദേശിക്കാറുള്ളവളാ നീ. അത് പിന്നെ ഒന്നും പറയണ്ട. എണീറ്റ് വന്നേ, വാ. പതുക്കെ ഇരിക്കെ. എനിക്ക് വിശപ്പില്ല മാധവേട്ട. മക്കളും മുഖം തിരിച്ച ഒരമ്മയ്ക്ക് ആദ്യം നഷ്ടമാകുന്നത് വിശപ്പെന്ന വികാരവാ. മാമ്പു കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ എൻ്റെ അച്ഛൻ്റെ ആണ്ടിന് ഒരു വൃദ്ധസദനത്തിൽ അന്നദാനം നടത്തിയത്? അന്ന് അവിടെ കണ്ട അമ്മമാരൊന്നും മക്കളെ പ്രസവിക്കാത്തവരല്ല. മക്കൾക്ക് വേണ്ടി ജീവിച്ചപ്പോ സ്വയം ജീവിക്കാൻ മറന്നുപോയവരാ. നമ്മൾ അതുപോലെ ജീവിക്കാൻ മറന്നു പോകരുത്.